വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർജെ. നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്താണ്. നമ്മൾ ഫാമിലിയായിട്ട് ഇവിടെ എക്സിബിഷൻ കാണാൻ വന്നതായിരുന്നു. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ സീ വേൾഡ്. ഞാൻ പല ഷോർട്സ് വീഡിയോയും കണ്ടിട്ടാണ് ഞാൻ ഇന്നിവിടെ ഞായറാഴ്ച ആയപ്പോഴത്തേക്കും ഫാമിലിയായിട്ട് ഇങ്ങോട്ട് വന്നത്. അതായത് ആ 360 ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇതാണ് ആ 360. ഇത്രയും മാക്സിമം വലിയൊരു ഹോൾ കണക്കത്ത് ഇതാണ്. അത് റൗണ്ട് ഷേപ്പിൽ അവർ ഓർഗനൈസ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടോ. ആക്ച്വലി നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ്. 100 രൂപയാണ് ചാർജ് വരുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ആൾക്ക് ടിക്കറ്റിന് 100 രൂപയാണ്. അതായത് 5 വയസ്സിന് മേളിൽ തൊട്ട് 100 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നിറച്ച് കിളികളെയും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അതായത് ലവ് ബേർഡ്സ്, പലതരത്തിലുള്ള തത്ത, ഇങ്ങനെയുള്ള ഇതിനെയൊക്കെയാണ് അവർ ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും പേരൊന്നും എഴുതി വെക്കാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് പേരുകളൊന്നും എല്ലാ കിളികളുടെയും ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഭൂരിപക്ഷവും ലവ് ബേർഡ്സ് അങ്ങനെയുള്ള കിളികളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മീനുണ്ടായിരുന്നു. അതേ കണക്ക് നമുക്ക് ഈ പെറ്റായിട്ട് വളർത്താൻ പറ്റിയ പാമ്പ്, പിന്നെ 2 ഇഗ്വാന. ഇതെൻ്റെ ലൂക്ക കുട്ടനാണ്, എൻ്റെ കുഞ്ഞാണ്. എൻ്റെ വൈഫും മോനുമാണ് ലൂക്കായും ടീനായും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പാമ്പിൻ്റെ ഇത് 50 രൂപയാണ് പാമ്പിൻ്റെ ദേഹത്ത് ഇടുന്നതിന്. അഥവാ പാമ്പിനെ അല്ലെങ്കിൽ 2 ഇഗ്വാനയുണ്ട്. ഇതിലേതിനെ എടുത്തു കഴിഞ്ഞാലും ഒരെണ്ണത്തിന് നമ്മൾ ദേഹത്ത് വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്കും ബാക്കി കാര്യം പിന്നെ പറയാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇഗ്വാനാസും പാമ്പും. ഇതിപ്പം ടേബിളിൽ ഒരെണ്ണത്തിന് വെച്ചിട്ടുണ്ട്. ഈ ഒരു പെണ്ണ് ഇഗ്വാനേനെയും പാമ്പിനെയും തോളിലും കഴുത്തിലും ഒക്കെ ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണ്. അതിന് ഓരോ എണ്ണത്തിന് ഫോട്ടോ എടുക്കുന്നതിനാണ് 50 രൂപ ചാർജ് ചെയ്യുന്നത്. ഒരു പൊടി ചെറുക്കൻ തന്നെ ധൈര്യപൂർവ്വം ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളതെല്ലാം കഴിഞ്ഞ് പിന്നെ വരുമ്പോഴത്തേക്കും കൂടുതലും മീനുകളുടെ ഇതാണ്, അക്വേറിയത്തിൻ്റെ ഇതാണ്. പലതരത്തിലുള്ള മീനുകളുണ്ട്. മിക്കതും നമ്മൾ വീട്ടിൽ എപ്പോഴും വളർത്തുന്നതും അക്വേറിയത്തിലൊക്കെ കാണാറുള്ള മീനുകളൊക്കെ തന്നെയായിരുന്നു അവിടെയും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കും പിന്നെ പലയിടത്തായിട്ട് ഓരോ സാധനങ്ങൾ സെയിലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. സെയിലിന് വെച്ചിരിക്കുന്നത് ആക്ച്വലി ഞാൻ നോർമലി നോക്കിയിട്ട് നമുക്ക് വെളിയിലുള്ളതിനെക്കാട്ടി റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പലതും നോക്കിയപ്പോഴത്തേക്ക് ഈവൻ ടോയ്സൊക്കെ നോക്കിയിട്ടപ്പോൾ തന്നെ ലൂക്കായിക്ക് വേണ്ടി ടോയ്സ് നോക്കിയപ്പോൾ തന്നെ റേറ്റ് കൂടുതലായിരുന്നു. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും റേറ്റ് ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ കുറച്ച് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു ഫുഡ് കോർട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു
അതായത് 50 രൂപ ഒക്കെ കൊടുത്ത് നമുക്കിങ്ങനെ ഇല്ല ത്രോ ആൻഡ് വിൻ എന്ന് പറഞ്ഞുള്ള ഗെയിംസ് രണ്ടിടത്തുണ്ട്. പിന്നെ ഒരു കുതിരയും നിൽപ്പുണ്ട്. ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി കുറച്ച് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയത് ആ ഒരു 360 വ്യൂ മാത്രം തന്നെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം എപ്പോഴും നോർമലി വരുന്ന ഒരു ഇത് തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്. അതൊന്നും എനിക്ക് അത്ര വലിയ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ആക്ച്വലി നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്കും കൂടുതലും ആ 360 വ്യൂവിൻ്റെ ആ വീഡിയോ, അതായത് ഫ്രണ്ട്, ബാക്ക്, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ആ 360 വ്യൂവിൻ്റെയാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ വരുമ്പോഴത്തേക്കും. എൻട്രി പാസ് 100 രൂപയേ ഉള്ളൂ. പിന്നെ 360യിൽ കയറുമ്പോഴത്തേക്കും എനിക്കറിയാം നിറച്ച ആളുകൾ ഇടിച്ച് തള്ളി കയറിയായിരുന്നു. ഞങ്ങൾ പോയത് ഞായറാഴ്ചയായിരുന്നു. ചിലപ്പം ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ലായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ആളുകൾ ഇടിച്ച് തള്ളി കയറുമായിരുന്നു. പക്ഷേ ഒരു മാക്സിമം ഒരു 50 പേര് അല്ലെങ്കിൽ 100 പേർക്കോളം അതിനകത്ത് നിന്ന് 360 വ്യൂവിൻ്റെ ഇതിൽ കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അതിനകത്തുണ്ട്. ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഗൺ ഷൂട്ടിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോഴത്തേക്കും ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കും അവർ അതിന് ഗൺ ഷൂട്ടിന് ഫയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബുള്ളറ്റ്സ് പയറിൻ്റെ ഇതായിരുന്നു. അതായത് നമ്മുടെ പച്ചപ്പയറിൻ്റെ ആ ചെറിയ ഇതായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.